ഒരു മാസത്തിനിടെ കേരള തീരത്ത് ഇത് രണ്ടാമത്തെ കപ്പൽ അപകടം. ഇത് അട്ടിമറിയോ? ഒരു കപ്പൽ അപകടം നടന്ന് രണ്ടാഴ്ച പിന്നിടുമ്പോൾ വീണ്ടും ഒരു കപ്പൽ അപകടം കൂടി നടന്നിരിക്കുകയാണ് കേരള തീരത്ത്. മെയ് 24-ന് കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ MSC എൽസ 3 എന്ന ഫീഡർ ചരക്ക് കപ്പൽ മുങ്ങിയതാണ് ആദ്യത്തെ അപകടം. ഇപ്പോഴിതാ ബേപ്പൂരിനും അഴീക്കലിനുമിടയിൽ കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ മറ്റൊരു കപ്പൽ കൂടി തീപിടിച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ ആകെ 620 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക വിവരം. തീപിടിച്ച് 50ഓളം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായാണ് റിപ്പോർട്ട്. കപ്പൽ അപകടങ്ങൾ അധികം പരിചയമില്ലാത്ത കേരളത്തിന് ഞെട്ടലും ആശങ്കയും ഉയർത്തിയിരിക്കുകയാണ് അടുപ്പിച്ചടുപ്പിച്ചുള്ള ഈ സംഭവങ്ങൾ. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്നതിനിടെ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ. രാവിലെ 9:30 കൂടിയാണ് കപ്പലിൽ സ്ഫോടനമുണ്ടായി എന്ന വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. കപ്പലിന്റെ താഴത്തെ ഡെക്കിൽ സ്ഫോടനം ഉണ്ടായതായാണ് റിപ്പോർട്ട്. തുടർന്ന് 12:40 കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നു. നിലവിൽ കപ്പൽ കരയിൽ നിന്ന് വലിയ ദൂരത്തിലാണ് ഉള്ളത് എങ്കിലും ഒഴുകി നടക്കുന്നതിനാൽ കരയിലേക്ക് എത്തുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലാണ് തീരത്ത് നിന്ന് 78 നോട്ടിക്കൽ മൈൽ, അതായത് 145 കിലോമീറ്റർ അകലെ വെച്ച് രാവിലെ 9:30 തീപിടുത്തമുണ്ടായത്. കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളും നാവികസേനയുടെ 1 കപ്പലും സംഭവ സ്ഥലത്തുണ്ട്. കൊച്ചി തീരത്ത് പ്രതികൂല കാലാവസ്ഥയിൽ വെള്ളം കയറിയ കപ്പൽ ചെരിയുകയായിരുന്നു എന്നായിരുന്നു ഊഹാപോഹങ്ങൾ. കൃത്യമായ ധാരണ ആർക്കുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കപ്പലിന്റെ മുകൾ തട്ടിൽ അടുക്കി വെച്ചിരുന്ന ഒട്ടേറെ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു. കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഗ്രാനുൾസ് മുതൽ കാൽസ്യം കാർബൈഡ് അടക്കമുള്ള വസ്തുക്കൾ തീരത്തടിയുകയും വലിയ പാരിസ്ഥിതിക ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്തു. അതൊന്നും തീരത്തു നിന്നും ഇതുവരെ മാറ്റിയിട്ടുമില്ല. ക്യാഷ് എന്ന രേഖകളിൽ ഉണ്ടായിരുന്ന 4 കണ്ടെയ്നറുകളിൽ ക്യാഷ്യൂ ആയിരുന്നു കണ്ടെത്തിയത് എന്നടക്കമുള്ള നാടകങ്ങൾ അരങ്ങേറുകയുണ്ടായി. അതിന്റെ ഞെട്ടൽ മാറും മുമ്പെയാണ് 16 ദിവസങ്ങൾക്ക് ശേഷം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി 78 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ന് മറ്റൊരു അപകടം കൂടി. തീപിടിച്ച ചരക്ക് കപ്പലിലെ തീ അണയ്ക്കുവാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് ലഭ്യമായ വിവരം. കപ്പലിൽ ഉണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേരെ ഇതുവരെ രക്ഷിച്ചിട്ടുണ്ട്. കടലിൽ ചാടി കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. 269 മീറ്റർ നീളമുള്ളതാണ് അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പൽ. ജൂൺ 7-ന് പുറപ്പെട്ട കപ്പൽ ജൂൺ 10-ന് മുംബൈയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. ചരക്ക് കപ്പലുകളിൽ 4 വിഭാഗങ്ങളിൽപ്പെട്ട അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. തീപിടിക്കുവാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ, തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കൾ, തനിയെ തീപിടിക്കുവാൻ സാധ്യതയുള്ള വസ്തുക്കൾ, അപകടകരമായ വിഷാംശമുള്ള വസ്തുക്കൾ എന്നീ വിഭാഗങ്ങളിലുള്ള വസ്തുക്കൾ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ചിലതിൽ ഉണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ ഈ വിഭാഗത്തിൽപ്പെട്ടവയാണോ എന്ന് വ്യക്തമല്ല. കടലിൽ ഒഴുകി നടക്കുന്ന ഇത്തരം കണ്ടെയ്നറുകളിൽ മറ്റ് കപ്പലുകളും ബോട്ടുകളും വന്നിടിച്ച് അപകടത്തിനും സാധ്യതയേറെയുണ്ട്. അപകടകരമായ വസ്തുക്കൾ കടലിൽ കലർന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നമ്മുടെ മത്സ്യസമ്പത്തിനും ഇത് സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. കൂടാതെ കണ്ടെയ്നറുകൾക്കുള്ളിലെ പ്ലാസ്റ്റിക് തിരികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പദാർത്ഥങ്ങൾ കടലിൽ പരന്നൊഴുകുവാനും മറ്റു തരത്തിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും ഇത് കാരണമാകും. കേരള തുറമുഖത്ത് ആവർത്തിച്ചുണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ നിരവധി ആശങ്കകളാണ് ഉയർത്തുന്നത്. കപ്പലിലെ ഇന്ധനം കടലിൽ പരക്കുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. കൊച്ചിയിലെ അപകടത്തിന്റെ കെടുതികളിൽ നിന്ന് കേരളം മുക്തമാകുന്നതിന് മുമ്പാണ് അറബിക്കടലിൽ ഭീതി പരത്തിക്കൊണ്ട് വീണ്ടും ഒരു അപകടമുണ്ടായിരിക്കുന്നത്. അതിവേഗം തീപിടിക്കുവാൻ സാധ്യതയുള്ള ചരക്കുകളാണ് വാൻഹായ് കപ്പലിലുള്ളതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വളരെ അപകടകരമായ രാസവസ്തുക്കളാണെങ്കിൽ അത് സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങൾ
സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കും. ആദ്യഘട്ടത്തിൽ കപ്പൽ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത്. നാവികസേന രക്ഷിച്ചവരിൽ 5 പേർക്ക് പരിക്കുണ്ട്, 4 പേരെ കാണാനില്ലെന്നും വിവരമുണ്ട്. കപ്പിത്താനും 3 എഞ്ചിനീയർമാരെയും കാണാതായി എന്നാണ് ലഭ്യമായ വിവരം. ഇവരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളായ സചേത്, അർണവേസ്, സമുദ്രപ്രഹരി, അഭിനവ്, രാജദൂത്, C-144 എന്നിവയാണ് രക്ഷാപ്രവർത്തനത്തിലുള്ളത്. നാവികസേനയുടെ INS സൂറത്തും സഹായത്തിനുണ്ട്. കൊച്ചിയിൽ നങ്കൂരമിടുവാൻ നിശ്ചയിച്ചിരുന്ന INS സൂറത്തിനെ സേന തിരിച്ചുവിടുകയായിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ വിമാനങ്ങൾ ആകാശ നിരീക്ഷണം നടത്തിവരുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് കേരള അതിർത്തിക്കകത്ത് മാത്രം തുടരെ ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്ന വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. കൊച്ചിയിൽ ചരക്ക് കപ്പൽ മുങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ടും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കരക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. കൊച്ചിയിൽ അപകടമുണ്ടാക്കിയ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ധാരണ അതിന് കേസൊന്നും വേണ്ട, ഇൻഷുറൻസ് കിട്ടുവാൻ വേണ്ട സഹായം ചെയ്യുക എന്നത് മാത്രമാണ്. 30 വർഷത്തിലധികം പഴക്കമുള്ള ഡീകമ്മീഷൻ ചെയ്യുവാനിരുന്ന കപ്പൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ മുക്കിയതാണ് എന്ന ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് കേസൊന്നും വേണ്ട, ഇൻഷുറൻസ് നേടാൻ സഹായിക്കാം എന്ന ധാരണ സർക്കാരുമായി ഉണ്ടാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ 4 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന ക്യാഷ് എങ്ങനെ ക്യാഷുവായി എന്ന സമസ്യയ്ക്കും ഉത്തരമില്ല. എന്തായാലും കേരള തീരത്തെ ജനങ്ങൾക്ക് തുറമുഖം വന്നതിൻ്റെ ഗുണങ്ങൾ നന്നായി കിട്ടിത്തുടങ്ങി. തുടരെ ഉണ്ടാകുന്ന ഈ കപ്പലപകടങ്ങളുടെ കാരണം കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം അതിൻ്റെ ലക്ഷ്യവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.